താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഈ വചനം ഏതെന്ന് വഴിയെ പറയാം. കാണാതെ പഠിച്ചോ. നിങ്ങളെ പിന്തുടരുന്ന, വിടാതെ പിന്തുടർന്ന് എതിരേറ്റു വരുന്ന തോൽവി, പരാജയം ഓടി ഒളിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അധ്വാനിക്കുന്നതും എന്തിനു വേണ്ടിയാ? ജയത്തിന് വേണ്ടിയാ, മറ്റൊന്നിനു വേണ്ടിയുമല്ല. അല്ലേ? ആണേ. പക്ഷേ പലപ്പോഴും നമ്മൾ എതിരേറ്റ് വരുന്നതോ അത് തന്നെ പരാജയം. ഏത് മേഖലയിലായാലും, നിങ്ങൾ ഏത് മേഖലയും ഒന്ന് എടുത്ത് നോക്കിയേ. വളരെ പ്രതീക്ഷയോടെ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, ആ ജോലിക്കായി ശ്രമിക്കുന്നു, എന്നിട്ട് പരാജയമല്ലേ? അതുകൊണ്ടല്ലേ വേദനപ്പെട്ട് നിരാശപ്പെട്ട് ഭാരത്തോടെ ഈ മെസ്സേജിനൊപ്പം ആയിരിക്കുന്നത് തന്നെ. കുടുംബജീവിതം വളരെ പ്രതീക്ഷയോടെ കാൽ വയ്ക്കുന്നു, സന്തോഷകരമായൊരു ജീവിതം. എനിക്ക് എന്നെ മനസ്സിലാക്കുവാൻ, എനിക്കൊപ്പം നിൽക്കുവാൻ, സന്തോഷകരമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി അങ്ങനെ പ്രതീക്ഷിച്ചല്ലേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ കിട്ടുന്നതോ ദുഃഖവും ദുരിതവും. അയ്യോ, തോൽവി. എൻ്റെ കുടുംബജീവിതം പരാജയപ്പെട്ടു. അല്ലേ സഹോദര? ഞാൻ പരാജയപ്പെട്ടവനാണ്. അല്ലേ? മാതാവേ, പിതാവേ, മക്കളെ പഠിപ്പിച്ചെന്തിനാ? അവർ ജയിക്കണം, നല്ല ജോലി നേടണം. അതെ, വിജയം. അവർ പോകുന്നിടത്തൊക്കെയും വിജയം അവർക്കുണ്ടാകണം. ഒന്നാമന്മാരായി തീരണം. അവിടെയൊക്കെ അവർ അനുഗ്രഹിക്കപ്പെടണം. പക്ഷേ ഒന്നാമനാകുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനമായി തീരുന്നു. ആർക്കും വേണ്ടാത്തവരായി, ഒഴിവാക്കപ്പെടുന്നവരായി തലമുറകൾ മാറിപ്പോകുന്നു. കാരണം പരാജയമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, അവർ ജയത്തിനായി അധ്വാനിക്കുന്നു, പക്ഷേ പരാജയം എതിരേൽക്കുന്നു. മൊത്തത്തിൽ പ്രശ്നമാണ്. അല്ലേ? ആ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ, ആ എക്സാമിന് നല്ലവണ്ണം ജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയമല്ലേ? പരാജയം തന്നെ അല്ലേ? ആ ബിസിനസ്സിൽ ജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും കിട്ടിയിട്ടും കാര്യമില്ല. വലിയ ചില പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ആ കച്ചവടം തുടങ്ങിയത്. ആണേ, ആ കട തുടങ്ങി. നഷ്ടപ്പെട്ടു പോയ ജോലി ഇനി തിരികെ കിട്ടത്തില്ല, എന്നാലും ഒരു കട തുടങ്ങിക്കളയാം. വിദേശത്ത് ഒത്തിരി നാൾ ജോലി ചെയ്തു, അവിടെ നിന്ന് പറഞ്ഞു വിട്ടു, പെട്ടിയും കിടക്കയും എടുത്ത് നാട്ടിൽ വന്നു. എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ, ഒരു വണ്ടി വാങ്ങിയിട്ട് ഓടിക്കളയാം. എന്നിട്ട് ഓട്ടമല്ലോ. അയ്യോ, CC കാർ വിളിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാർ ഓട്ടം വിളിച്ച് വരുന്നില്ലെങ്കിലും CC കാർ വിളിക്കുക. കടയിൽ കസ്റ്റമർ അല്ല വരുന്നേ, ബാങ്കുകാർ വരിക. പലിശയ്ക്ക് പൈസ വാങ്ങിച്ചവർ പലിശ ചോദിക്കാൻ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പരാജയം ജയമായി മാറുന്നില്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലതും മാറ്റിവെച്ച് അനേകരെ എരിയുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കണം. ആത്മാക്കളെ നേടണം. മദ്യപാനികളായി ലോകപ്രകാരം ജീവിച്ച് നശിച്ചു കൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവിലേക്ക് നേടണം. നല്ല മാതൃകയുള്ളവരാക്കി അവരെ മാറ്റണം. അതല്ലേ ശുശ്രൂഷക ആഗ്രഹം? കർത്താവിന് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തണം. അവരിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. നിന്നെ നാലാൾ അറിയണം. പക്ഷേ പരാജയം അല്ലേ? അപ്പോൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അത് തന്നെ, അധ്വാനിക്കുന്നതും ജയത്തിന് വേണ്ടിയാണ്. കടന്നു വരുന്നത് പരാജയം 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 തന്നെ. വെറുതെ പറഞ്ഞു പോവുകയല്ല, അതിൻ്റെ വേദന അനുഭവിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ഒരു സഹോദരൻ നിങ്ങളിൽ പലരെയും പോലെ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു. അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അപ്പോൾ ചില ദിവസങ്ങളായി തുടർച്ചയായ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നു. ഇങ്ങനെ പറയുകയാണ്, 2 ദിവസം കൂടെ നോക്കാം. ഈ നീര് കുറയുന്നില്ല എങ്കിൽ, തൻ്റെ ശരീരം മുഴുവൻ നീരാണ്, നീര് കുറയുന്നില്ല എങ്കിൽ, യൂറിൻ ശരിയായി പോകുന്നില്ല എങ്കിൽ, ക്രിയാറ്റിൻ ലെവൽ കുറയുന്നില്ല എങ്കിൽ ഡയാലിസിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഞാൻ എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു. പക്ഷെ കേട്ട സഹോദരനും തൻ്റെ ഭാര്യയ്ക്കും അത് എളുപ്പമായിരുന്നില്ല ഉൾക്കൊള്ളുവാൻ. കാരണം നമ്മിൽ പലരെയും പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തയും ഇങ്ങനെയാണ്, ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുവാൻ കഴിയത്തില്ല. അർത്ഥം കിഡ്നി അതിൻ്റെ പ്രവർത്തനം നിർത്തി തുടങ്ങുന്നു, അല്ലെങ്കിൽ ശരിയായി ഫങ്ഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത്. അത് കിഡ്നിയുടെ പ്രവർത്തനം തിരികെ നോർമലാകുവാൻ വലിയ പാടാണ്. നമ്മുടെ ഒരു അറിവ് അങ്ങനെയല്ലേ? അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല. പിന്നെ അധിക കാലമൊന്നും ജീവിക്കുവാനും കഴിയത്തില്ല. ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാനും കഴിയത്തില്ല. ഇപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഡയാലിസിസ് പേഷ്യൻസിന് നമ്മുടെ സാഹചര്യത്തിൽ ജോലി ചെയ്തൊക്കെ ജീവിക്കുവാൻ വലിയ പാടാണ്. വിദേശത്തൊക്കെ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് പാടാണ്. ആശുപത്രിയും ഡയാലിസിസ് സെൻ്ററുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടി വരും.
അപ്പോൾ അവരാകെ തളർന്നു. 2 പൊടി കുഞ്ഞുങ്ങളാണ്. അന്ന് കണ്ടിട്ടില്ലെങ്കിലും പിന്നീട് ഞങ്ങൾ കാണുന്നു. ഞങ്ങളെ സ്ഥിരം വിളിക്കുന്ന അങ്കിളെ അങ്കിളെ എന്ന് വാതോരാതെ വിളിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ ആ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ദേവദാസനെ, എനിക്കൊന്ന് സ്വസ്ഥമായി ഉറങ്ങണം. എനിക്ക് അറിയത്തില്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. എൻ്റെ ഭാര്യയുടെ മുഖം കാണുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ എല്ലാം തീർന്നു ദേവദാസന്. ഞാൻ പറഞ്ഞു, സഹോദര പേടിക്കണ്ട, സഹോദരൻ ധൈര്യമായിരിക്കും, കർത്താവ് കൂടെയുണ്ട്. ഞാൻ എൻ്റെ യേശുവിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞതുപോലെ സന്തോഷത്തോടെ ആ യേശുവിനെക്കുറിച്ച് പറഞ്ഞു. യേശു ചെയ്ത അത്ഭുതങ്ങൾ, ഞങ്ങൾ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ, നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ തന്നെ ആ അത്ഭുതങ്ങളൊക്കെ ഒന്നൊന്നായി പറഞ്ഞു. ഏകദേശം 3 മണിക്കൂറിലധികം ആ സഹോദരനോട് ഞാൻ സംസാരിച്ചു രാത്രി. എല്ലാ അത്ഭുതങ്ങളും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് കേട്ടിട്ട് ആ സഹോദരൻ പറഞ്ഞു, ദേവദാസനെ, എനിക്കിപ്പോൾ നല്ല ധൈര്യമുണ്ട്. ഞാൻ ഈ ആശുപത്രി കിടക്കയിൽ ഒടുങ്ങിപ്പോകത്തില്ല. ആശുപത്രി മാത്രമായി എൻ്റെ ജീവിതം ചുരുങ്ങിപ്പോകത്തില്ല. ഞാൻ ഇനിയും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുമക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കും. എനിക്ക് ധൈര്യമുണ്ട്. പക്ഷേ ദേവദാസനെ, ഇത് കഴിയുമ്പോൾ, ഞാൻ ഇത്ര നേരം നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരുന്നു, പക്ഷേ ഇത് കഴിയുമ്പോൾ വീണ്ടും ഡോക്ടർ എൻ്റെ അടുത്ത് വരും, നേഴ്സ് എൻ്റെ അടുത്ത് വരും, എൻ്റെ ഭാര്യയുടെ കരഞ്ഞു കലങ്ങിയ മുഖം ഞാൻ കാണേണ്ടി വരും. അപ്പോൾ ഞാൻ തളർന്നു പോകും. എന്നോട് ഇത്ര നേരം സംസാരിക്കുവാൻ നിങ്ങളെ ശക്തിപ്പെടുത്തിയ ഒരു വചനം കാണുമല്ലോ, ആ വചനം എനിക്കൊന്ന് പറഞ്ഞു തരിക. എനിക്കും ശക്തിയോടെ ഇതിനകത്ത് ആയിരിക്കണം. ശരിയാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്നെയും ദൈവം ശക്തനാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തോട് നീണ്ട 3 മണിക്കൂർ സംസാരിക്കുവാൻ കഴിഞ്ഞത്. പലരും പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുമ്പോൾ അവരുടെ വിഷയങ്ങൾ അത് നമുക്കൊന്നും വിവരിച്ചു തരുവാൻ കഴിയാത്തത്ര ഭയാനകമായിരിക്കും. മക്കളെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, അവരുടെ ചില രോഗങ്ങളെക്കുറിച്ച്, അവരായിരിക്കുന്ന സാമ്പത്തികമായ അവസ്ഥകളെക്കുറിച്ച് അവർ പറയുന്നത് കേൾക്കുമ്പോൾ സഹിക്കുവാൻ കഴിയത്തില്ല, പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, കരച്ചിലടക്കിയായിരിക്കും പലരോട് സംസാരിക്കുന്നത്, എങ്കിലും ചിരിക്കും. അപ്പോൾ അവർക്കൊരു ആശ്വാസം വരട്ടെ എന്ന് പറഞ്ഞ് നമ്മളും കൂടെ കരഞ്ഞാൽ പറ്റത്തില്ലല്ലോ. പക്ഷെ അങ്ങനെ അവരോട് സംസാരിക്കുവാൻ, അതായത് നിങ്ങളോട് തന്നെ സംസാരിക്കുവാൻ എനിക്ക് പ്രാപ്തി നൽകുന്നത് ദൈവമാണ്. അല്ലെങ്കിൽ ഞാനും തളർന്നു പോകും, ഞാനും കൂടെ കരയും, നമ്മൾ ഒരുമിച്ച് കരഞ്ഞ് മൊത്തത്തിൽ കുളമാകും. അങ്ങനെ എന്നെ ശക്തനാക്കുന്ന ദൈവം, സ്തോത്രം. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നിങ്ങളുടെ വിഷയങ്ങൾ കേട്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എന്നെ ശക്തനാക്കുന്ന ദൈവം. അതെ, ആ സഹോദരൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന വചനം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അതേ ആ ഫോൺ കോളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വചനം വേഗത്തിൽ ഉരുവിട്ട് തുടങ്ങി. അങ്ങനെ ആ വചനം പറഞ്ഞ് ഞാൻ വയ്ക്കുകയാണ് എന്ന് പോലും പറയാതെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഫോൺ വിളിച്ചു, വളരെ സന്തോഷത്തോടെ, ദേവദാസനെ, അങ്ങ് തന്ന ആ വചനം ഞാൻ അപ്പോൾ മുതൽ ഉരുവിടുവാൻ തുടങ്ങി. എൻ്റെ അടുക്കൽ ഭാര്യ വന്നപ്പോഴും ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ടാണിരുന്നത്, ഡോക്ടർ വന്നപ്പോഴും ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ടാണിരുന്നത്. ഡോക്ടർ പലതുമൊക്കെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വായിൽ ആ വചനം മാത്രമായിരുന്നു. നേഴ്സ് വന്നപ്പോഴും ആ വചനം പറഞ്ഞുകൊണ്ടാണിരുന്നത്. ഞാൻ ഉറങ്ങിയതും ആ വചനം പറഞ്ഞുകൊണ്ടാണ്, ഞാൻ എഴുന്നേറ്റതും ആ വചനം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത്രമാത്രം ആ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലായി. ആ രക്തം ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് ഉള്ളം കാൽ മുതൽ ഉച്ചം തലവരെ, അല്ലേ, അങ്ങനെ എത്തുന്നത് പോലെ ആ വചനം തൻ്റെ ജീവനായി മാറി. രക്തം നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ജീവനായി മാറി. അദ്ദേഹം പറഞ്ഞു, അതെ, എൻ്റെ പേടിയെല്ലാം പോയി, ഒരു ടെൻഷനും എനിക്കില്ല. തീർന്നില്ല. ഞാൻ സ്തോത്രം പറഞ്ഞ് സ്തുതിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം പിന്നെയും പറയുക, ദേവദാസനെ, പേടി പോയപ്പോൾ എൻ്റെ രോഗവും കൂടെ പോയി, നീര് പോയി, ക്രിയാറ്റിൻ ലെവൽ നോർമലായി, ഡയാലിസിസിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നു. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുവാൻ ഡിസ്ചാർജ് സമ്മറി തരാമെന്ന് പറയുന്നു. അതേ ദേവദാസനെ, ആ വചനം എന്നെ ബലപ്പെടുത്തി, ആ വചനം എന്നെ ശാക്തീകരിച്ചു, ആ വചനം എന്നെ വിടുവിച്ചു. എന്നെ പരാജയപ്പെടുത്തുവാൻ കടന്നുകൂടിയ രോഗത്തെ ജയിക്കുവാൻ എന്നെ ശക്തനാക്കി തീർന്നു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, കേൾക്ക്. നിങ്ങളെ എതിരേറ്റ് വരുന്ന ആ പരാജയത്തെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം നിങ്ങളെ ശക്തരാക്കി മാറ്റുവാൻ പോകുക. അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്നെ കേൾക്കുന്ന ചിലരോടായി ആ ദൂത് പ്രവചനാത്മാവിൽ നിറഞ്ഞ് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ വചനം നിങ്ങളെ എതിരേൽക്കുന്ന പരാജയത്തെ ജയമാക്കി മാറ്റുവാൻ പോകുക. അതെ, ഭയപ്പെട്ട് ചിലരായിരിക്കുന്നുണ്ട്, മുൻപിലുള്ളത് പരാജയമാണ്,
മുൻപിലുള്ളത് പരാജയമാണ്. ജോലി നഷ്ടപ്പെട്ടു പോയി, അതേ മുൻപിൽ പരാജയമാണുള്ളത്. പലരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരും. ഇന്നലെ വരെ തലന്ന് പറഞ്ഞ് നിന്നതാണ്. പലരോടും സംസാരിച്ചപ്പോൾ അഭിമാനത്തോടെ സംസാരിച്ചതാണ്. ഇന്ന് തലകുനിഞ്ഞ് നിൽക്കേണ്ടി വരുന്നു. കടക്കാരനായി മാറുന്നു. പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയുന്നില്ല. മക്കളെ പഠിപ്പിക്കുവാൻ, അയ്യോ വീട്ടിൻ്റെ ലോൺ അടയ്ക്കുവാൻ, കുടുംബകാര്യങ്ങൾ ക്രമീകരിക്കുവാൻ, അതേ ഞാൻ പരാജിതനായി മാറുവാൻ പോകുന്നു. ജോലി സ്ഥലത്ത് പ്രശ്നമാണ്, എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം. പരാജയമല്ലാതെ മറ്റെന്താണ്? എൻ്റെ അറിവുകൾ, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പഠനം എല്ലാം പരാജയപ്പെട്ടു. ഇനി ജയാളിയായി തലന്ന് പറഞ്ഞ് നിൽക്കുവാൻ എനിക്ക് കഴിയത്തില്ല. അതേ, എൻ്റെ സ്വപ്നങ്ങൾ പരാജയപ്പെട്ടു. എൻ്റെ കുടുംബജീവിതം തകർന്നു. എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, അവൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, ഞങ്ങളുടെ മക്കൾക്ക് എന്നെ വേണ്ട. ഒരു ഭാര്യ എന്ന നിലയിൽ ഇത് പരാജയമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഒരു ഭർത്താവ് എന്ന നിലയിൽ ഇത് പരാജയമല്ലെങ്കിൽ പിന്നെ എന്താണ്? അമ്മ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ ഇത് പരാജയമല്ലെങ്കിൽ എന്താണ്? അതേ, അത് പരാജയമാണ്. ആ പരാജയം തലകുനിപ്പിക്കുന്നുണ്ട്. ആ പരാജയം നിരാശരാക്കുന്നുണ്ട്. ആ പരാജയം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇനി എന്തിന് ജീവിക്കണമെന്ന് പോലും ചിന്തിച്ച് കുറ്റപ്പെട്ടു പോകുക, അകന്നകന്നു പോകുന്നു. പ്രിയപ്പെട്ടവർ അകന്നകന്നു പോകുന്നു. ആശ്വസിപ്പിക്കേണ്ടവർ, ബലപ്പെടുത്തേണ്ടവർ, ഒപ്പം നിൽക്കേണ്ടവർ അയ്യോ അകന്നു പോകുന്നു. പരാജയം. രോഗം പരാജയപ്പെടുത്തുന്നു. അവയവങ്ങളെ കീഴ്പ്പെടുത്തി മുന്നേറുന്നു. ജീവൻ മാത്രം ബാക്കിയുണ്ടെന്ന അവസ്ഥയിൽ ആശുപത്രി കിടക്കയിൽ രോഗിയായി ഭാരപ്പെടുന്ന സഹോദര, നീ മാത്രമല്ല, ഒപ്പം നിന്റെ പ്രിയപ്പെട്ടവർ ആ പരാജയത്തിൻ്റെ കയ്പ് നീർ കുടിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ വേണ്ടപ്പെട്ടവർ ആ പരാജയത്തിൻ്റെ കയ്പ് നീർ കുടിച്ചുകൊണ്ടിരിക്കുന്നു. തകർന്നു പോയി ആ തൊഴിലിടം, ആ ബിസിനസ്, ആ കച്ചവടം, അതേ അത് തകർന്നു. പരാജിതനായി മറ്റുള്ളവരുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കുവാൻ കഴിയാതെ തലകുനിച്ച് പരാജയമല്ലെങ്കിൽ മറ്റെന്ത്? അതേ, ആ പരാജയം, നിങ്ങൾ കണ്ട ആ പരാജയം, മുമ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭയപ്പെടുത്തുന്ന ആ പരാജയം, അതെ അത് ദൈവത്തിൻ്റെ വചനത്താൽ ജയമായി മാറുവാൻ പോകുക. പരാജയം പ്രതീക്ഷിക്കുന്ന ഇടത്തുനിന്ന്, പരാജയം മാത്രം വരുവാനുള്ള ഇടത്തുനിന്ന് ജയം കടന്നു വരിക. കുഞ്ഞെ കേൾക്ക്, വിശ്വസിക്കുന്നുവെങ്കിൽ രാമേൻ പറയ്. നീ എഴുതിയ പരീക്ഷ നിനക്കറിയാം. ജയം, അതെ ആഗ്രഹിക്കുന്ന പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ജയം ഉണ്ടാകത്തില്ല. പക്ഷേ മാതാപിതാക്കളോട് പറഞ്ഞത്, ഒപ്പമുള്ളവരോട് പറഞ്ഞത് അതല്ല. നീ പറഞ്ഞ വാക്ക് അത് സത്യമായി മാറുവാൻ പോകുക. അതേ, ഒരു ജയം നിന്നെ എതിരേൽക്കുവാൻ പോകുക. യെസ്, ആ എക്സാമിൽ വലിയൊരു റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ആമേൻ. ദൈവത്തിൻ്റെ വചനം നിന്റെ ജീവിതത്തിലേക്ക് നീ പ്രതീക്ഷിക്കുന്ന, നീ കളവ് പറഞ്ഞ ആ ജയത്തെ കൊണ്ടുവരിക. നിന്റെ ആഗ്രഹമാണ് നീ പറഞ്ഞേ, അതിനെ കൊണ്ടുവരിക, ആ ജയത്തെ കൊണ്ടുവരിക. റെഡിയാണോ ജയത്തിനൊപ്പം സഞ്ചരിക്കുവാൻ? തല കുനിഞ്ഞു നിന്ന സ്ഥാനത്ത് നിന്ന്, ഉത്തരം പറയുവാൻ കഴിയാതെ വായടച്ച സ്ഥാനത്ത്, മാറിയിരുന്ന് കരഞ്ഞ സ്ഥാനത്ത്, പുറത്ത് വന്ന് തല നിവർത്തി സന്തോഷത്തോടെ വായ് തുറന്ന് ചിരിച്ച് സംസാരിക്കുവാൻ റെഡിയാണോ? ഒപ്പം വന്നാട്ടെ ആ വചനം, അതെ ആ വചനം തന്നെ കാണാതെ പഠിക്കാം. ആ വചനം ഹൃദയത്തിലാക്കാം. രക്തം പമ്പ് ചെയ്ത് ഉള്ളം കാൽ മുതൽ ഉച്ചതല വരെ സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ആ വചനവും സർക്കുലേറ്റ് ചെയ്യപ്പെടും. അല്ലേ? ആ വചനവും ഒഴുകും നിങ്ങളുടെ നാഡീ നരമ്പുകളിലൂടെ, സിരകളിലൂടെ. എന്തിനാ? ജയം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി. ആ സഹോദരൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ കേട്ടതും ഉരുവിട്ട് ഉറങ്ങിയതും ഉരുവിട്ട് ഉണർന്നെഴുന്നേറ്റതുമായ വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്കും കാണുവാൻ കഴിയും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അതെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുകയാണ്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവദാസനെ ഇതൊരു ക്ലീഷേ വാക്കല്ലേ, ഇതൊരു ക്ലീഷേ വചനമല്ലേ? ഒരിക്കലുമല്ല. ഒരുത്തൻ വെറുതെ എഴുതി പറഞ്ഞ ഒരു കാര്യമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ ശക്തി ആവോളം അനുഭവിച്ച് അവൻ പറഞ്ഞത് തന്നെ. അതേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് പറയുവാൻ കാരണമായ സാഹചര്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ബന്ധിക്കപ്പെട്ടവനായി ആരെ? അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുന്നു, ബന്ധനസ്ഥനായിരിക്കുന്നു. ബന്ധനം, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കെട്ടപ്പെട്ടിരിക്കുന്നു, സ്വാതന്ത്ര്യം കവരപ്പെട്ടിരിക്കുന്നു. പലതിനും ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നു. അല്ലേ? ബന്ധിക്കപ്പെടുക,
കെട്ടപ്പെടുക, കാരാഗ്രഹത്തിനകത്താകുക. അതെ, അത് ലിമിറ്റേഷൻസ് ആണ്. ഞങ്ങളുടെ തൊട്ടടുത്താണ് തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിൽ. അവിടെ ഒത്തിരി പേരുണ്ട് കുറ്റവാളികളായിട്ട്. അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു, മീൻസ് അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവർ ജീവിക്കുന്നുണ്ടോ? ഉണ്ട്, അവർക്ക് ജീവിതമുണ്ട്. പക്ഷേ പലതിനും അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ ഒരു മതിൽക്കെട്ടിനകത്തായിരിക്കുന്നു. പുറത്തുള്ള ലോകം അവർക്ക് അന്യമാണ്. പലരും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ചില ബൗണ്ടറീസിനകത്തായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഓ താങ്ക് ഗോഡ്. പിശാച് ചില ബൗണ്ടറീസിനകത്തായിരിക്കുന്നു, പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ. അറിയാം, പുറത്ത് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും എനിക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന വിശാലമായൊരു ലോകമുണ്ട്, അല്ലേ സഹോദര? ആ ജോലി കിട്ടിയാൽ, രാജ്യത്തിൻ്റെ വാതിൽ എനിക്ക് മുമ്പിൽ തുറന്നു കിട്ടിയാൽ, ഞാൻ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നതുമൊക്കെ എനിക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് പഠിച്ചത്, അതിനുവേണ്ടിയാണ് നിന്റെ മാതാപിതാക്കൾ നിന്നെ പഠിപ്പിച്ചത്. പക്ഷേ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പുറത്തു വരുവാൻ കഴിയുന്നില്ല. ബന്ധിച്ചൊതുക്കിയിരിക്കുക, വീട് വിട്ട് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. സഹോദരി ആണേ, ബന്ധിക്കപ്പെട്ടിരിക്കുക. നിന്റെ ഭർത്താവിനൊപ്പം കുടുംബത്തിനൊപ്പം സന്തോഷമായി ജീവിച്ച് നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ പിശാച് ബന്ധിച്ചിരിക്കുക. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ബന്ധിച്ചൊതുക്കിയിരിക്കുക. ആ സന്തോഷങ്ങൾ അന്യമായി തീരുന്നു. ലോകത്തിൽ നിന്ന് നീ പ്രതീക്ഷിച്ച സന്തോഷങ്ങൾ, നിന്റെ ഭർത്താവിൽ നിന്ന് നീ പ്രതീക്ഷിച്ച സന്തോഷം, നിന്റെ ഭർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീ പ്രതീക്ഷിച്ച സന്തോഷം, അല്ലേ സഹോദര? നിന്റെ ഭാര്യയിൽ നിന്ന് നീ പ്രതീക്ഷിച്ച സന്തോഷം മറ്റു പലരുടെയും ജീവിതത്തിൽ കണ്ട് എനിക്ക് അതിലും അധികം വേണം, അങ്ങനെയാണ് നീ വിവാഹത്തിലേക്ക് കടന്നുപോയത്. പക്ഷേ പ്രതീക്ഷിച്ചതൊന്നും ലഭിക്കുന്നില്ല. ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യെസ്, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലേ മാതാവേ, പിതാവേ? മക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവർക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല. അതേ ദേവദാസനെ പല മാതാപിതാക്കളും കണ്ണുനീരോടെ പറയാറുണ്ട്. അവർ പഠിക്കുന്നവരാണ്, നല്ലവണ്ണം പഠിക്കുന്നവരാണ്. എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധിയുണ്ട്. പിന്നെ ബുദ്ധിയില്ലാതിരിക്കുമോ? ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ, നിങ്ങൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിനൊപ്പമായിരിക്കുന്നേ. അപ്പോൾ ബുദ്ധിയുള്ള നിങ്ങളുടെ മക്കൾ ബുദ്ധിയുള്ളവർ തന്നെയാണ്. വേറെ ചില മണ്ടന്മാർ വിചാരിക്കുന്നുണ്ട്, അയ്യോ ദൈവത്തെയും തള്ളിപ്പറഞ്ഞ് ലോകപ്രകാരം ജീവിച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന്. നിങ്ങളൊരു കാര്യം അറിയുക, അവർ വിഡ്ഢികളാണ്. ഓ സ്തോത്രം, ആമേൻ. അവർക്കറിയത്തില്ല. സകല പ്രതീക്ഷകളും അസ്തമിച്ച് സഹായിക്കുവാനും ഒപ്പം നിൽക്കുവാനും ആരുമില്ലാതെ വരുന്ന ജീവിത സായാഹ്നങ്ങളിൽ പുതിയ പ്രഭാതങ്ങളെ സമ്മാനിക്കുവാൻ തക്കവണ്ണം കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ, ആ ദൈവത്തിനൊപ്പം നടന്ന് കൂരിരുളിൻ്റെ, കണ്ണുനീരിൻ്റെ, നിരാശയുടെ, വേദനയുടെ അർദ്ധരാത്രികൾ കടന്നു കയറിയവർ എനിക്കൊപ്പമായിരിക്കുന്നു. അതേ, അവിധത്തിൽ ഞാനുമായിരിക്കുന്നു. അപ്പോൾ നമ്മളല്ലേ ബുദ്ധിമാന്മാർ? ആ ദൈവത്തെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത നമ്മളല്ലേ ബുദ്ധിമാന്മാർ? അപ്പോൾ നമ്മുടെ മക്കൾക്ക് ബുദ്ധിയില്ലാതിരിക്കുമോ? ബുദ്ധിയുണ്ട്, പക്ഷേ ആ ബുദ്ധി വെച്ച് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ, അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാനും നമുക്ക് വേണ്ടത് തരുവാനും കഴിയാത്ത വിധത്തിൽ അവർ ബന്ധിച്ച് ഒതുക്കപ്പെട്ടിരിക്കുന്നു. യെസ്, അവരെ കെട്ടി ഒതുക്കിയിരിക്കുക. അവരുടെ ശക്തി തിരിച്ചറിഞ്ഞ്, അവരുടെ പഠനത്തിലുള്ള ശക്തി തിരിച്ചറിഞ്ഞ്, അവരുടെ വിദ്യാഭ്യാസത്തെ കെട്ടി ഒതുക്കിയിരിക്കുക. നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാ ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. മാതാവേ, സത്യമാണ്, പഠിക്കാൻ പറ്റുന്നില്ല. ഇനി പഠിച്ച് നല്ലവണ്ണം പ്രിപ്പയറായി പരീക്ഷയ്ക്ക് പോവുക. പക്ഷേ വന്നിട്ട് കരച്ചില, അമ്മ എഴുതാൻ പറ്റിയില്ല, എനിക്കറിയത്തില്ല എന്താ പറ്റിയെന്ന്. അല്ലേ മാതാവ് നിന്നോട് മോൻ പറയുന്നത്, അമ്മ എനിക്കൊന്നും അറിയത്തില്ല, അങ്ങ് ബ്ലാങ്കായി പോയതുപോലെ, ഞാൻ പഠിച്ചതെല്ലാം അങ്ങ് ബ്ലാങ്കായി പോയതുപോലെ കെട്ടി ഒതുക്കിയിരിക്കുക. അവർ പുറത്തു വരരുത്. ചില ശീലങ്ങളിൽ കെട്ടി ഒതുക്കിയിരിക്കുക നിന്റെ തലമുറകളെ. അതെ, മദ്യപാന ശീലത്തിൽ, ദുർനടപ്പുകളിൽ, മോശം കൂട്ടുകെട്ടുകൾ കെട്ടി ഒതുക്കിയിരിക്കുക. സഹോദരൻ, നിന്റെ ഭർത്താവിനെ ചില കൂട്ടുകെട്ടുകളിനകത്ത് പെടുത്തിയിരിക്കുക. എന്തിനു വേണ്ടി? അവൻ വിചാരിക്കുന്ന എന്തോ അവൻ വലിയ സംഭവമായതുകൊണ്ട്. നല്ല അവൻ്റെ കയ്യിലുള്ള നക്കാപ്പിച്ച കണ്ടിട്ട്, നിന്നോടുള്ള വാശി കൊണ്ട്, യെസ്, കെട്ടി ഒതുക്കിയിരിക്കുക. സാമ്പത്തികം മുൻപിൽ കണ്ട് ഭർത്താവിനെ അവകാശം പറഞ്ഞ് കെട്ടി ഒതുക്കിയിരിക്കുക. അതിൻ്റെ ഫലം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞെരുങ്ങുക, അല്ലേ? വളർച്ച, വിശാലത അനുഭവിക്കുവാനേ കഴിയുന്നില്ല. ഞെരുങ്ങി ഇത്രയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഞെരുങ്ങാൻ പറ്റുന്ന, അല്ലേ? അവിധത്തിൽ കാരാഗ്രഹത്തിനകത്തായിരിക്കുക. അപ്പോൾ പിശാചിൻ്റെ ഇഷ്ടം എന്താ? ശത്രുവിൻ്റെ ഇഷ്ടമേ പൗലോസിനെ കാരാഗ്രഹത്തിനകത്താക്കി പരാജയപ്പെടുത്തുക. പൗലോസിൻ്റെ ആഗ്രഹം എന്താ? പൗലോസിന് സഭ പണിയണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, തൻ്റെ നാമം കർത്താവിൻ്റെ നാമത്തിനൊപ്പം ഉയർത്തപ്പെടണം. ഓ താങ്ക് ഗോഡ്. നമ്മളൊക്കെ പറയാം അങ്ങനെയൊന്നുമില്ല, അതൊക്കെ തന്നെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം അതാണ്, കർത്താവിൻ്റെ നാമത്തിനൊപ്പം. നിങ്ങൾ പലരും പറയത്തില്ലേ, ദേവദാസനെ കർത്താവ് നിങ്ങളുടെ മെസ്സേജ് കേൾക്കുവാനും പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുവാനും ഞങ്ങൾക്ക് അവസരം നൽകി.
കർത്താവിൻ്റെ നാമത്തിനൊപ്പം ചേർത്ത് തന്നെ എൻ്റെ പേര് പറയുന്നത്. എനിക്കത് അഭിമാനമാണ്, എനിക്ക് അപമാനമൊന്നുമില്ല. പലർക്കും അപമാനമുള്ളവർ മിണ്ടണ്ട, നിങ്ങളുടെ പേര് കർത്താവിനൊപ്പം ചേർത്ത് പറയേണ്ടത്. നിങ്ങൾ ചെകുത്താനൊപ്പം നിങ്ങളുടെ പേര് ചേർത്ത് പറഞ്ഞു. എനിക്ക് യേശുവിനൊപ്പം എൻ്റെ പേര് ചേർത്ത് പറയുന്നതാണ് ഇഷ്ടം. അപ്പോൾ പൗലോസിനും അത് തന്നെയാണ് ഇഷ്ടം, കർത്താവിനൊപ്പം തൻ്റെ പേര് ചേർത്ത് പറയണം. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവനാ രാജ്യങ്ങളെ കീഴടക്കുവാൻ, യേശുവിന് വേണ്ടി രാജ്യങ്ങളെ കീഴടക്കുവാൻ. പക്ഷെ ശത്രു പരാജയപ്പെടുത്തി കാരാഗ്രഹത്തിനകത്താക്കി, ബന്ധനസ്ഥനാക്കി. ആ ബന്ധനം പോലും വചനം പറയുന്നു സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു അവൻ. അപ്പോൾ പിശാച് എന്താ ചെയ്തേ? പരാജയപ്പെടുത്തുവാൻ നോക്കി. സുവിശേഷം അഭിവൃദ്ധിപ്പെടരുത്, ഇവനിലൂടെ യാതൊന്നും പുറത്തു വരരുത്, നീ ജോലി ചെയ്ത് ജീവിക്കരുത്, നിന്റെ മക്കളെ നോക്കരുത്, അവർക്ക് നീ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കരുത്, നിന്റെ കുടുംബം നോക്കരുത്, നീ കടക്കാരനായി തീരണം, നീ വീട് വയ്ക്കരുത്, വാഹനം വാങ്ങരുത്, അതേ നിന്റെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി പോകണം, നീ ആഗ്രഹിക്കുന്നൊന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ നീ നശിച്ചു പോകണം, അതേ നിന്റെ കുടുംബജീവൻ നന്നായിരിക്കരുത്, നിന്റെ ഭർത്താവ് നിനക്കൊപ്പം കാണരുത്, നിന്റെ മക്കളുടെ കാര്യം നോക്കരുത്, നീ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞ് നരകിച്ചു നിന്റെ ജീവിതം തീരണം, അതേ നിന്റെ ഭാര്യ നിനക്കൊപ്പം ഇല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനായി തലകുനിക്കപ്പെട്ടവനായി നീ ആയിരിക്കണം. നിരാശയും ദുഃഖവും വേദനയും മാത്രമായിരിക്കണം നിനക്കൊപ്പം ഉണ്ടായിരിക്കേണ്ടത്. അധ്വാനിച്ചിട്ടും നല്ല കാലം മുഴുവൻ ചിലവഴിച്ചിട്ടും മക്കളുടെ ജീവിതത്തിൽ നല്ലതൊന്നും കാണുവാനോ അവരിൽ നിന്ന് നല്ലത് വേണ്ടത് പ്രതീക്ഷിക്കുന്നത് നേടിയെടുക്കുവാനോ കഴിയാതെ അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മക്കൾ നോക്കി സന്തോഷത്തോടെ മക്കളിൽ നിന്നുള്ളത് വാങ്ങി ജീവിക്കുന്ന മാതാപിതാക്കളെ കണ്ട് തലകുനിച്ച് അസൂയപ്പെട്ട് കണ്ണുനീരോടെ നീ ആയിരിക്കണം. ഒത്തിരി സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അയ്യോ ഞാനും ഇതുപോലെയാണല്ലോ തുടങ്ങിയത്, പക്ഷേ എനിക്ക് മാത്രം ഒന്നും ആകുവാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ച് പലതും വിട്ട് അപ്പൻ്റെ പിന്നാലെ അപ്പൻ്റെ വേല ചെയ്യുവാൻ ഇറങ്ങി തിരിച്ചൊന്നുമാകുവാൻ കഴിയാതെ ഓടിക്കപ്പെട്ടവനായി പരാജയം സംബന്ധിച്ച് തലകുനിച്ചു നീ ആയിരിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. ആമേൻ. പൗലോസ് അങ്ങനെ ആയിരിക്കണമെന്ന് പിശാച് ആഗ്രഹിച്ചു. പക്ഷെ വചനം പറയുന്നു, അതേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എനിക്ക് സംഭവിച്ചത്, ഞാൻ ബന്ധിക്കപ്പെട്ടത്, എന്നെ പരാജയപ്പെടുത്തുവാൻ ശത്രു ചെയ്തത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അങ്ങനെയെങ്കിൽ ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ പ്രവചന ദൂത് കൈമാറട്ടെ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണമായി. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് ഗോഡ്. നിങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണമായി മാറുവാൻ പോകുക. എങ്ങനെയെന്നോ? അയ്യോ ദൈവദാസനെ, എങ്ങനെയാണ് നിങ്ങൾ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ഈ വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞ കലങ്ങി മറിഞ്ഞ നശിച്ച ഈ ജീവിതം എങ്ങനെയാണ് നന്മയായി മാറുന്നത്? കാരണം ഈ നാശത്തിൻ്റെ മധ്യത്തിൽ ഈ നശിച്ച അവസ്ഥയിൽ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതെ, നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളായിരിക്കുന്നത് ദൈവത്തിനൊപ്പമാണ്. നിങ്ങൾ ലോകത്തിനൊപ്പമല്ല, പിശാചിനൊപ്പമല്ല, മനുഷ്യർക്കൊപ്പമല്ല, ഡ്രിങ്ക്സിനൊപ്പമല്ല, പുകയ്ക്കൊപ്പമല്ല, നിങ്ങൾ ദൈവത്തിനൊപ്പം ആയിരിക്കുന്നത് കൊണ്ട്. അതേ കേൾക്ക്, നിങ്ങൾ ദൈവത്തിനൊപ്പം ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അഭിവൃദ്ധിക്ക് കാരണമായി മാറും. നിങ്ങളുടെ ജീവിതം മാറുവാൻ, നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ എനിക്ക് ആകുവാൻ കഴിയുമോ എന്ന് നീയും നിന്നെ അറിയുന്നവരും ചോദിക്കുവാൻ കാരണമായി മാറും. അതേ അവിധത്തിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി മാറിയത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ പിശാച് എൻ്റെ മേൽ എന്നെ തകർക്കുവാൻ, എന്നെ പരാജയപ്പെടുത്തുവാൻ കൊണ്ടുവന്ന പ്രശ്നങ്ങളെ ജയമാക്കി തീർത്തു. എന്നെ ശക്തനാക്കുന്നവൻ ആ പ്രശ്നത്തെ ജയിക്കുവാൻ എനിക്ക് പ്രാപ്തി നൽകി. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഈ വചനം പറഞ്ഞ് ഇന്നു മുതൽ ഈ വചനം നിങ്ങളുടെ നാവിൽ വേണം. എവിടേക്ക് പോകുമ്പോഴും, എങ്ങോട്ട് പോകുമ്പോഴും, എവിടെ ആയിരിക്കുമ്പോഴും ഈ വചനം നിങ്ങളുടെ നാവിലുണ്ടെങ്കിൽ കൺമുമ്പിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആ പരാജയം, അതേ ആ പരാജയം ജയത്തിന് വഴിമാറും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പരാജയത്തിൻ്റെ സ്ഥാനത്ത് ജയം കടന്നു വരും. ഓക്കെ, റെഡിയല്ലേ? പ്രാർത്ഥിച്ചാലോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. യേശുവേ, എന്നെ ശക്തനാക്കുന്ന അങ്ങ് മുഖാന്തരം എൻ്റെ ജോലിയെ നഷ്ടപ്പെടുത്തിയ ജോലി സ്ഥലത്ത് എനിക്ക് പ്രതികൂലമിട്ട് അയ്യോ വെല്ലുവിളി ഉയർത്തി പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒരുക്കുന്ന ശത്രുവിനെ ജയിക്കുവാൻ, സാഹചര്യങ്ങളെ ജയിക്കുവാൻ ഞാൻ മതിയായവൻ. വിളിച്ചു പറയ്, ഞാൻ മതിയായവൻ. അതേ ജോലി സ്ഥലത്ത് എനിക്ക് വിരോധമായി ഉയർന്നു വരുന്ന പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളെ ജയിക്കുവാൻ ഞാൻ മതിയായവൻ. അതേ ഏറ്റു പറയുമ്പോൾ ആ സാഹചര്യങ്ങൾ ചിലപ്പോൾ സാഹചര്യമായിരിക്കാം, നിനക്ക് അവിടെയുള്ള ശത്രു സാഹചര്യമായിരിക്കാം. സ്ഥാപനത്തിൽ നല്ലവണ്ണം വർക്ക് നടക്കുന്നില്ല, പല സ്ഥാപനങ്ങളും പൂട്ടലിൻ്റെ വക്കിലാണ്.
അപ്പോൾ അവിടെ പിന്നെയും നിന്നെ കൂടെ നിർത്തുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ സാഹചര്യം നിന്നെ പരാജയപ്പെടുത്തുവാൻ പോകുന്നു. അതെ, ആ സാഹചര്യത്തെ നീ ജയിക്കുവാൻ പോവുക. എൻ്റെ കർത്താവ് നിന്നെ ശക്തനാക്കി ആ സാഹചര്യത്തെ ജയിക്കുവാൻ, യേശുവിൻ നാമത്തിൽ ആ സാഹചര്യം മാറുക. നിന്റെ സ്ഥാപനം പൂട്ടിപ്പോകുമെന്നുള്ള ആ സാഹചര്യം മാറുക. നിന്റെ തൊഴിലിടം നശിച്ചു പോകുമെന്ന ആ സാഹചര്യം മാറുക. അതെ, നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നീ അവിടെ നിലനിൽക്കുവാൻ, ജയം പ്രാപിക്കുവാൻ, അതേ പരാജയം മുൻപിൽ കാണുന്ന സാഹചര്യ മധ്യത്തിലും ജയം പ്രാപിക്കുവാൻ മതിയായവനായി മാറുവാൻ പോകുക. സഹോദരി സഹോദര, പ്രാർത്ഥിക്കുക. അവിടെ തന്നെ നിങ്ങൾ ജയാളിയായി മാറുവാൻ പോകുക. ജയം നിങ്ങളെ എതിരേൽക്കുവാൻ പോകുക. നിങ്ങൾ ശമ്പളം വാങ്ങുവാൻ പോകുക, മക്കളുടെ കാര്യത്തിനുള്ളത് അയച്ചു കൊടുക്കുവാൻ പോകുക, കുടുംബം നോക്കുവാൻ പോകുക, ലോൺ അടയ്ക്കുവാൻ പോകുക, വാഹനം വാങ്ങുവാൻ പോകുക, വസ്തു വാങ്ങുവാൻ പോകുക, ഭവനം വാങ്ങുവാൻ പോകുക, മക്കളുടെ വിവാഹം നടത്തുവാൻ പോകുക. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി പ്രാർത്ഥിക്കുക. യേശുവേ, എന്നെ ശക്തനാക്കുന്ന അങ്ങ് മുഖാന്തരം തകർന്നു പോയി എൻ്റെ കുടുംബ ജീവിതത്തെ പണിതെടുക്കുവാൻ ഞാൻ ശക്തയാണ്. എനിക്കതിന് സാധിക്കും. ഏത് ശത്രുവിനെ ജയിക്കുവാൻ എനിക്ക് സാധിക്കും. വാക്കുകൊണ്ട് എൻ്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന എനിക്കൊപ്പമുള്ളവരെ ജയിക്കുവാൻ എനിക്ക് സാധിക്കും. പിശാചിനെ ജയിക്കുവാൻ എനിക്ക് സാധിക്കും. ആ മദ്യത്തിൻ്റെ ബന്ധനത്തെ തകർക്കുവാൻ എനിക്ക് സാധിക്കും. പറയ് ആ മദ്യപാനം എന്ന ബന്ധനം തകരുക. സ്തോത്രം. കുടുംബത്തിനകത്ത് വിഷം കുത്തിവെക്കുന്ന ചിലരുടെ നാവുകൾ അടങ്ങുക. ചിലരുടെ വായ്കൾ അടയുക. ചില വെല്ലുവിളികൾ തകർക്കപ്പെടുക. എൻ്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്ന ചിലരെ നോക്കിയിട്ടും കാണുവാൻ കഴിയാത്ത വിധത്തിൽ അവർ മാഞ്ഞു പോകുക. ആമേൻ. ദൂതാകട്ടോ, ചിലരെ കാണത്തില്ല. നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് മുടിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ നീ നോക്കിയാൽ കാണത്തില്ല. കാരണം ദൈവം നിന്നെ ശക്തനാക്കും. താങ്ക് ഗോഡ്. അതിന് തക്കവണ്ണം ദൈവം നിന്നെ ശക്തനാക്കി മാറ്റും. സഹോദര, അതിന് തക്കവണ്ണം ദൈവം നിന്നെ ശക്തനാക്കും. നിന്റെ ഭാര്യ നിന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ആ വാക്കുകൾ പറയുന്നവരെ ജയിക്കുവാൻ, ആ സാഹചര്യങ്ങളെ, ചില സാഹചര്യങ്ങളാണ് അകറ്റിക്കൊണ്ടുപോകുന്നത്, ആ സാഹചര്യങ്ങളെ ജയിക്കുവാൻ ദൈവം നിനക്ക് ശക്തി നൽകി. പ്രാർത്ഥിക്കുക. യേശുവേ, എന്നെ ശക്തനാക്കുന്ന അങ്ങ് എൻ്റെ മുൻപിൽ പ്രതിസന്ധി ഉയർത്തി നിൽക്കുന്ന, കുടുംബജീവിതത്തിൽ തകർച്ചയിട്ട് വെല്ലുവിളിക്കുന്ന ആ ശത്രുവിനെ ജയിക്കുവാൻ യേശുവേ, എന്നെ ശക്തനാക്കുന്ന അങ്ങ് മുഖാന്തരം എനിക്ക് മുമ്പിൽ എൻ്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരും നിലവിളിയും വേദനയും കൊണ്ടുവരുന്ന ശത്രുവിനെ ജയിക്കുവാൻ മതിയായവനാണ്. യേശുവിൻ നാമത്തിൽ. മാതാവേ, പ്രാർത്ഥിക്കുക. യേശുവേ, എന്നെ ശക്തനാക്കുന്ന അങ്ങ് മുഖാന്തരം എൻ്റെ തലമുറകളുടെ സന്തോഷം അനുഭവിക്കുവാൻ ഞാൻ മതിയായവനായി തീരുവാൻ പോകുക. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ മാതാവേ, പ്രാർത്ഥിക്കുക. നിന്റെ മക്കളുടെ സന്തോഷം അനുഭവിക്കുവാൻ പോകുക. അതിന് തക്കവണ്ണമുള്ളത് എൻ്റെ കർത്താവ് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. റിസൾട്ട് ഉണ്ടാകുക. അവർ ജയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ, പിന്നെയും അവർ ജയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ, പുതിയ സ്വപ്നങ്ങൾ നീയുമായി പങ്കുവെച്ചു തുടങ്ങിയ, തകർന്നുപോയ, നശിച്ചുപോയ അവരുടെ കുടുംബജീവിതം പണിതുയർത്തപ്പെടുക. നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അവരുടെ പരാജയത്തെ നീ ജയമാക്കി തീർക്കുവാൻ പോകുക. മത്സര പരീക്ഷകൾ എഴുതി റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയാത്ത സഹോദര കേൾക്ക്. നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ആ സ്കോറിലേക്ക് നീ എത്തുക. IELTS ആ സ്കോറിലേക്ക് എത്തുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ മത്സര പരീക്ഷകൾ ആ സ്കോറിലേക്ക് എത്തുക. പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചിലതിനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ നീ പരാജയപ്പെടുത്തുവാൻ പോകുക. തലമുറകളെ പിടിമുറുക്കിയിരിക്കുന്ന ആ കൂട്ടുകെട്ടിനെ നീ തകർക്കുവാൻ പോകുക. തലമുറകളിൽ പിടിമുറുക്കിയിരിക്കുന്ന ആ ദുശീലത്തെ നീ തകർക്കുവാൻ പോകുക. പ്രാർത്ഥിക്കുക. മാതാവേ, വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക. നീ ശക്തയാകുക. ആ ബന്ധനത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ, മദ്യപാന ശീലത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ, ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. സഹോദരി പ്രാർത്ഥിക്കുക. ആ രോഗം സൗഖ്യമാകുക. ആ രോഗത്തെ നീ പരാജയപ്പെടുത്തുക. നിന്റെ മേൽ പകരപ്പെട്ട ശക്തിയാൽ ആ രോഗം പരാജയപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. സഹോദരി, ആ കടം നീങ്ങിപ്പോകുക, ആ ദാരിദ്ര്യം നീങ്ങിപ്പോകുക, ആ ബാധ്യത നീങ്ങിപ്പോകുക. വീണുകൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ബിസിനസ് അനുഗ്രഹമായി മാറുവാൻ പോകുക. പ്രാർത്ഥിക്കുക. യേശുവേ, എന്നെ ശക്തനാക്കുന്ന അങ്ങ് മുഖാന്തരം ഞാൻ എൻ്റെ സ്ഥാപനത്തെ തകർക്കുന്ന പിശാചിനെ ജയിക്കുവാൻ മതിയായവൻ, ആ കടത്തെ ജയിക്കുവാൻ മതിയായവൻ, ആ രോഗത്തെ ജയിക്കുവാൻ മതിയായവൻ, ആ നിരാശയെ, ആ നിന്ദയെ നീക്കിക്കളയുവാൻ മതിയായവൻ. പ്രാർത്ഥിക്കുക. സ്തോത്രം. വചനം ആഹാരമായി മാറട്ടെ. യേശുവേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ആ സഹോദരനോട് 3 മണിക്കൂർ സംസാരിക്കുവാൻ ഒത്തിരി പേർ അതുപോലെ വളരെ കഠിനമായ കഷ്ടതകളെക്കുറിച്ച് പറയാറുണ്ട്. അവരോട് മടികൂടാതെ സംസാരിക്കുവാൻ, ശബ്ദമിടറാതെ സംസാരിക്കുവാൻ,
ശക്തി നൽകുന്ന, അവരെ ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും വിടുവിക്കുവാനും ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ വചനം. അതെ, ഇന്നു മുതൽ ആ വചനം നിങ്ങളുടെ ജീവൻ്റെ ഒരു ഭാഗമായിരിക്കട്ടെ. ശത്രു നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടും. പ്രതീക്ഷിക്കുന്ന പരാജയമല്ല, ജയം തന്നെ നിങ്ങളെ എതിരേൽക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുക. അനുഗ്രഹമായെങ്കിൽ ഇത് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് നൽകി നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി വിടുതൽ അനുഭവിക്കുന്നവരാക്കി മാറ്റുവാൻ, അനേകരവിധത്തിൽ മാറ്റുവാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. അപ്പോൾ മടിക്കേണ്ട, കോൺടാക്ട് ചെയ്യുക. എന്നാൽ കണ്ണടച്ചോ, ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഇപ്പോൾ അടിയനൊപ്പമായിരിക്കുന്നവരുടെ മേൽ വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പ്രശ്നത്തെയും സകല ബന്ധനങ്ങളെയും കെട്ടുകളെയും അഴിച്ച് ഇവരെ സ്വതന്ത്രരാക്കുവാൻ, ഇവരെ വിടുവിക്കുവാൻ അങ്ങ് ശക്തി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാനതിന് മതിയായവനെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ രോഗികൾ അങ്ങയുടെ നാമം മുഖാന്തരം സൗഖ്യമാകട്ടെ. രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം വിടുതലായി ചലിക്കുക. യാസ്, വേഗത്തോടുന്ന വചനം അയച്ച് കർത്താവ് ചിലരെ സൗഖ്യമാക്കുന്ന, യാസ് സൗഖ്യം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. സൗഖ്യം വ്യാപരിക്കുക. പ്രാർത്ഥിക്കുക. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. ഉള്ളം കാൽ മുതൽ ഉച്ചം തല വരെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല രോഗബന്ധനം യേശുവിൻ നാമത്തിൽ വിട്ടുമാറുക. ചിലരത് ശരീരം കൊണ്ട് അനുഭവിക്കുക. ആ രോഗാത്മാവ് വിട്ടുപോവുക. ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഫലമില്ലാതെ ശരീരത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ചില രോഗാത്മാക്കൾ വേദനയിട്ട് അസ്വസ്ഥതയിട്ട് വെളിപ്പെട്ട് നിൽക്കുന്ന ആ രോഗാത്മാവ് വിട്ടുപോവുക. സൗഖ്യം വ്യാപരിക്കുക. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോലിയെ തകർത്ത് കളയുന്ന, തൊഴിലില്ലാത്തവരാക്കി മാറ്റുന്ന, തലകുനിപ്പിക്കുന്ന ആ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം ഇവരെങ്കിൽ ശക്തി നൽകി, ശക്തി പകരപ്പെടുന്ന കൃപയ്ക്കായി വഴികൾ തുറക്കപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലികൾ ലഭിക്കട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. സകല വെല്ലുവിളികൾ മറികടത്തെ. തൊഴിൽ മേഖലയുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും വിട്ടുമാറട്ടെ. പുതിയ ജോലികൾ ലഭിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഇന്ന് അറുതി ഉണ്ടാകുകയോ സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ തലമുറകളുടെ മേൽ പിടിമുറുക്കിയിരിക്കുന്ന പരാജയം, ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പഠനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളുടെ മേൽ അവകാശം പറയുന്ന വെല്ലുവിളികൾ, പൈശാചികമായ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. താങ്ക് ഗോഡ്. ആമേൻ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ ചേർന്ന് വരട്ടെ. സ്നേഹമുണ്ടാകുക. ഭവനങ്ങൾക്കകത്ത് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം സ്നേഹമുണ്ടാകുക. അകൽച്ചകൾ മാറുക. സ്തോത്രം. അകൽച്ചകൾ മാറുക. യേശുവിൻ നാമത്തിൽ എല്ലാ കടഭാരങ്ങൾ മാറുവാൻ പ്രാർത്ഥിച്ച് കടമുഖാന്തരമുള്ള നിന്ന മാറിപ്പോകുക. ബാധ്യതകൾ മാറിപ്പോകുക. വഴി തുറക്കപ്പെടുക. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടുക. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങൾ പണിയുക. വസ്തുക്കൾ വാങ്ങുക. വാഹനങ്ങൾ വാങ്ങുക. പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ അതിന് തക്കവണ്ണം അങ്ങ് നൽകി അനുഗ്രഹിച്ചാട്ടെ. ആ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ. കടത്തിൽ നിന്ന് അത് കരകയറുക. അത് കരകയറത്തില്ല എന്ന്, നീ കരകയറത്തില്ല എന്ന് പറഞ്ഞവർ കാണുക. അത് കരകയറുക. നീ ശക്തി പ്രാപിക്കുക. സ്തോത്രം. ആ സ്ഥാപനത്തെ പരാജയപ്പെടുത്തുന്ന ശത്രുവിനെ ജയിക്കുവാൻ, വ്യക്തികളെ ജയിക്കുവാൻ, അതേ നിന്റെ ശുശ്രൂഷയെ തകർക്കുന്ന പിശാചിനെ ജയിക്കുവാൻ ശുശ്രൂഷക നീ ശക്തി പ്രാപിക്കുക. അതിൻ്റെ മേൽ ശക്തി പകരപ്പെടുക. യേശുവിൻ നാമത്തിൽ ആ ശക്തി പകരപ്പെട്ട കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ആ ശക്തിയാൽ ശത്രുവിനെ ജയിച്ച് മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പരാജയങ്ങളെ ഇവർ ജയമാക്കി മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.